ഹായ് അസ്സലാമലൈക്കും. അതെ, ഇന്ന് ഞാൻ വന്നത് റവയും കുറച്ച് തേങ്ങയും മിക്സിയിൽ കറക്കി നല്ലൊരു കിടിലൻ വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനിതിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടേ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാക്കി എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വരുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കാം അല്ലേ. റവയും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ 2 ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പാണ് കേട്ടോ. അതിന് 2 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ 2 ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു 4 സ്പൂണ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് മതി കേട്ടോ, 4 സ്പൂണ് മാത്രം മതി. 2 3 ആയാലും കുഴപ്പമില്ല, കൂടുതലൊന്നും തേങ്ങ വേണ്ട, കുറച്ച് തേങ്ങ മതി. അപ്പോൾ ഇതാ തേങ്ങ കൂടി ചേർത്തിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതാ 1.5 കയ്യിൽ ചോറാണ് കേട്ടോ. നമുക്ക് ബാക്കി വന്ന എന്ത് ചോറായാലും കുഴപ്പമില്ല. നമ്മൾ സാധാ ചോറില്ലേ, ചോറ് 1.5 കയ്യിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കയ്യിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഇതാ ഒരു 1/2 കയ്യിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയും ചോറും റവയൊക്കെ കൂടി ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഈ ഒരു ടൈമിൽ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. റവ അളന്നെടുത്ത ആ ഒരു കപ്പിൽ തന്നെ നമ്മൾ വെള്ളം എടുത്തിട്ടുള്ളത്. വെള്ളം ഇതാ കുറേശ്ശെ ആദ്യം ഒഴിച്ചു കൊടുക്കുക. ആദ്യം മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിക്കണ്ട, കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എനിക്ക് ഈ ഒരു ഈ 2 ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതാ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ 1 ഗ്ലാസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം മൊത്തത്തിൽ അങ്ങനെ ഒഴിക്കേണ്ട. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്കത് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾക്ക് ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ റവൊക്കെ നല്ലൊന്ന് കുതിർന്ന് കിട്ടാനാണ് കേട്ടോ. നമ്മൾക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ഇത് അടച്ച് വെക്കാം. അപ്പോൾ ഇത് കിടിലനാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട്. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഞാനിതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എനിക്കത് അരക്കാൻ അങ്ങനെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ 2 ബാച്ചായിട്ടാണ് അങ്ങനെ അരച്ചെടുത്തത്. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി. കൂടുതൽ വെള്ളം ആയിപ്പോകരുത് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തതെന്ന്. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും കൂടി പിന്നെ അരച്ചെടുക്കരുത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതാ 1/4 സ്പൂണ് അപ്പസോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 സ്പൂൺ അപ്പസോഡ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഇത് നമ്മൾ തലേ ദിവസം രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയെടുത്താൽ സൂപ്പറാണ് കേട്ടോ. പിന്നെ രാവിലെ അരച്ചിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. 1 മണിക്കൂർ നമ്മൾ വെക്കണം. പക്ഷേ ഇത് തലേ ദിവസം അരച്ച് വെച്ചിട്ടാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ തേങ്ങയും ചോറും റവയും എല്ലാം കൂടി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. തലേ ദിവസം അരച്ച് വെക്കുകയാണെങ്കിൽ ഉപ്പ് നമ്മൾ അന്ന് രാവിലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, തലേ ദിവസം അരച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല, രാവിലെ എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇത് രാവിലെ അരക്കുകയാണെങ്കിൽ 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ നമ്മളെ മാവൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഓരോരോ അപ്പം നമ്മൾക്ക് റെഡിയാക്കിയെടുക്കാം. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ആ മിക്സിൻ്റെ ജാറ് അരച്ച് കഴിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ.
ഇപ്പോൾ അതാ ഒരു ഫ്രൈ പാന് ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തടവി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഓയിലോ പിന്നെ നെയ്യോ എന്താ നമ്മൾ എടുക്കുക, നമ്മൾക്ക് ഏത് എടുക്കുക. ഇവിടെ ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചെടുത്തിട്ട് നല്ല പോലെ ചുറ്റിക്കണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ചുറ്റിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഈ നല്ല ബബിൾസൊക്കെ വന്നതിന് ശേഷം നമ്മൾക്കൊന്ന് അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ അതാ നമ്മളെ അപ്പം റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഇതാ ഞാൻ അടുത്തതും കൂടി അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. നല്ല ബബിൾസ് വന്നതിന് ശേഷം തന്നെയാണ് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ എണ്ണ തേച്ച് കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ഫ്രൈ പാനിൽ എണ്ണ, നമുക്ക് ചില ഫ്രൈ പാനിൽ അങ്ങനെ എണ്ണ വേണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ എണ്ണ തേക്കാതെയാണ് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. എണ്ണ തേച്ചിട്ടും തേക്കാതെ നമ്മൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ ഓരോ അപ്പം നമ്മൾക്ക് ഇങ്ങനെ നല്ല ഇതായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. കറിയില്ലാതെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമ്മൾ ഒന്നുകൂടി നല്ല ചുറ്റിച്ച് ഇതാക്കുകയാണെങ്കിൽ നമ്മൾക്ക് മസാല ദോശ ആക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾക്ക് നമ്മളെ വെള്ളപ്പം പോലെയൊക്കെ ഉണ്ടല്ലോ, പക്ഷേ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കറി ഇല്ലാതെ തന്നെ കഴിക്കാനിത്. ഇത് നല്ല അങ്ങോട്ട് ചുറ്റിക്കണ്ട, ഒരു തവി ഒഴിച്ചിട്ട് ചെറുതായിട്ട് മാത്രം ചുറ്റിച്ചാൽ മതി. പിന്നെ ഇതുപോലെ ബബിൾസ് വന്നതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുക. അങ്ങനെ നമ്മൾക്ക് ഓരോരോ അപ്പം നമ്മൾക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ അപ്പവും അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ റവയും തേങ്ങയും ചോറും വെച്ചിട്ട് നമ്മൾ കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയുണ്ടാവില്ലേ, ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ഈ ലൈക്ക് തരാൻ മറന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നമുക്ക് പുതിയ ഫ്രണ്ട്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സപ്പോർട്ടുണ്ട്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം, നിങ്ങളെ സപ്പോർട്ട്. അതെ, നമ്മളെ ചാനലിൽ ഒരുപാട് ഈസി റെസിപ്പികൾ ഒരുപാടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ, നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. കണ്ടു നോക്കി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.